എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലും ടെക്സ്ചറിലുമുള്ള ഒരു അടിപൊളി ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് ടൈപ്പിലുള്ള ഐസ്ക്രീമുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അത് കൂടി ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഇനി ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാനില ഐസ്ക്രീമായിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഐസ് പോലെ ഒന്നും ഇരിക്കില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് പഞ്ചസാര, അതുപോലെ 3 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത വെണ്ണ, അതുപോലെ ഹെവി ക്രീം 1 കപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര അതിലേതെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബ്രൗൺ ഷുഗർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, ഇതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ശർക്കര ഒന്ന് ചൂടാക്കി അരിച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാര വെച്ചിട്ട് ഈ ഒരു സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നമ്മൾ അനക്കാതെ കുറച്ച് നേരം ഇത് ചൂടാക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര കാരമലൈസ് ആകാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് നേരം അനക്കാതെ അങ്ങനെ വെക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാം സൈഡിൽ നിന്നും നടക്കുന്നതൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ആദ്യം തന്നെ ഇളക്കി കൊടുക്കരുത്, ഇതുപോലെ ഒന്ന് മെൽറ്റായതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഉപ്പുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് എടുക്കുമ്പോൾ അതിന് ചെറിയൊരു ഉപ്പ് രസമുണ്ട്. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോകരുത്, ഒരു നുള്ള് മാത്രം മതിയാകും. ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ബട്ടർ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹെവി ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അമൂലിൻ്റെ ക്രീം എടുക്കാം. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ചേർക്കുമ്പോൾ ഇതൊന്ന് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കട്ടകൾ ഈ ഒരു തീ കൊടുക്കുമ്പോൾ ഈ കട്ടകൾ നന്നായിട്ട് ഉരുകി വരും. അപ്പോൾ ഈ ഒരു സോസ് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രലൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പ്രലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് നേരത്തെ നമ്മൾ ഉരുക്കിയതുപോലെ ഒന്ന് ഉരുക്കി എടുക്കുക. കുറച്ച് നേരം അനക്കാതെ വെക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര ഉരുക്കി കിട്ടും. അപ്പോൾ ഉരുകി വന്ന് തുടങ്ങിയാൽ നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചധികം സോസും പ്രലൈനും നമ്മൾ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നട്ട്സാണ്. നട്ട്സ് എന്ന് പറയുമ്പം അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്. അണ്ടിപ്പരിപ്പും ബദാമും ഇട്ടിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് തണുക്കുമ്പോൾ ഇതുപോലെ കപ്പലിൻ്റെ മിഠായി പോലെ വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു സിപ്ലോ കവറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലോ വെച്ചിട്ട് ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു പൊടിനെയാണ് പ്രലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികമായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസും പ്രലൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം വേണം. വിപ്പിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസ്ക്രീം ചെയ്യുമ്പോഴാണ് ഐസ്ക്രീം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി ഇതൊന്നുമില്ല, പാൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഐസ്ക്രീം എപ്പോഴും ഒരു ഐസിൻ്റെ ഒരു ടെക്സ്ചറിലായിരിക്കും വരിക. അപ്പോൾ എപ്പോഴും ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിവിടെ 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊരു ബട്ടർസ്കോച്ച്
ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. എസൻസ് എന്ന് പറയുമ്പോൾ ബട്ടർസ്കോച്ച് എസൻസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർസ്കോച്ച് എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിസ്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് ബീറ്ററും എടുക്കാം. വിസ്ക് വെച്ച് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും ഇത് ബീറ്റായി വരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് ഈ ഇലക്ട്രിക് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ അടിക്കാം. ഒരുപാട് സ്പീഡ് കൂട്ടി നമ്മൾ കേക്കിനൊക്കെ വിപ്പ് ചെയ്യുന്ന പോലെ ഇത് വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിഫ് പീക്സ് ആകുന്ന വരെ ഇതൊരിക്കലും ഈ ഐസ്ക്രീമിന് നമ്മൾ വിപ്പ് ചെയ്യരുത്. അപ്പോൾ കുറഞ്ഞ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് വിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 കപ്പ് ക്രീമിന് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, അത്രയാണ് അളവ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മിൽക്ക് മെയ്ഡിൽ നല്ലവണ്ണം മധുരമുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ എന്തായാലും ആഡ് ചെയ്യുന്നില്ല. ഇത് നല്ല മധുരം തന്നെയാണ്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്. ഇനി ഇത് കൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് ബട്ടർസ്കോച്ച് സോസ് കൂടി ഒഴിക്കുന്നുണ്ട്. ആ ഒരു ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ ടേസ്റ്റും വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർസ്കോച്ച് സോസ് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ബട്ടർസ്കോച്ചിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇനി ബട്ടർസ്കോച്ച് സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറഞ്ഞ സ്പീഡിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് സ്റ്റിഫ് പീക്സ് ഒന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രലൈൻ അത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. 2 3 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരുപാട് നിങ്ങൾക്കിത് കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പ്രലൈനും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം 8 മണിക്കൂറാണ് ഇത് ഫ്രീസ് ചെയ്യേണ്ടത്. ഫ്രീസറിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം എല്ലാം നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു ഐസ്ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതിലേക്ക് ഐസൊന്നും വീണിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിത് ഫ്രീസറിൽ നിന്ന് ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെച്ചിട്ടില്ല. അതുപോലെ ഈ ഒരു സ്കൂപ്പ് ചൂടുവെള്ളത്തിലൊന്നും മുക്കിയിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഐസ്ക്രീം ബൗളുകളിലാക്കി സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കോണുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത നല്ല ഐസ്ക്രീം വല്ലപ്പോഴും കഴിക്കാം. ഇപ്പോൾ എന്നും കഴിക്കണം എന്നല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് ഐസ്ക്രീം നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്